ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങളൊരു സ്ഥലം വരെ പോയായിരുന്നു കേട്ടോ. സമയം ഒരു 7:29 കേട്ടോ. അപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ എൻ്റെ ഷോ കാണിക്കലും കോപ്രായം കാണിക്കലും ഒക്കെയാണ് നിങ്ങൾ ആ നേരത്തെ കണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഏതോ ഒരു അമ്പലത്തിൽ ദേശവിളക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ താലപ്പൊലിയും ഇതൊക്കെയാണ് കേട്ടോ ഈ കാണണേ. അപ്പം ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഏത് അമ്പലത്തിലാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതേ കാവടിയും എല്ലാം ഉണ്ട് കേട്ടോ. കാവടി, ചെണ്ടമേളം ഇതില്ല കാണുന്ന, നിങ്ങൾ കണ്ടോന്നറിയില്ല. ആ കാണുന്ന ഒരു അമ്പലത്തിലെ ദേവശാലക്കായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ട് നമ്മൾ വലിയ പ്രതീക്ഷയിലൊക്കെ വന്നതാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെ ഒന്നും സ്റ്റാർട്ടിങ് ആയിട്ടില്ല കേട്ടോ. സ്റ്റാറൊന്നും കത്തിച്ചിട്ടില്ല. അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ മലയാറ്റൂരൊക്കെ. അപ്പോൾ അവിടെ ആകെ ഓപ്പൺ ആയിട്ടുള്ളത് ഈ പിള്ളേരുടെ പാർക്ക് മാത്രമാണ് കേട്ടോ. വേറെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. പിന്നെ അവിടെ ആ ചേച്ചിനോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞത് അവിടെ ഓപ്പൺ ആവണമെങ്കിൽ 24-ാം തീയതിക്ക് ആവണമെന്നാണ് കേട്ടോ പറഞ്ഞേ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ചുമ്മാ അവിടെ ഇങ്ങനെ കറങ്ങി. പിള്ളേർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം പാർക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുട്ടിക്കുറുമ്പിക്ക് പിന്നെ വേറെ ആരെയും വേണ്ട, നമ്മളെയൊന്നും. അങ്ങനെ രണ്ടുപേരും ഫുൾ കളിയായിരുന്നു കേട്ടോ. കുട്ടിക്കുറുമ്പിയായിരുന്നു ഭയങ്കര കളിയിൽ. കാരണം അവൾക്ക് ഏതിൽ കയറണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഒരെണ്ണത്തിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇഷ്ടമാരി ഇങ്ങനെ കിടക്കുവാണല്ലോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കയറിയിട്ടും മതിയാവണില്ല. ഇങ്ങനെ ഓരോന്നിലും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ അവിടെ എന്നിട്ട് എന്തൊക്കെയോ ഭ്രാന്ത് പിടിക്കുകയോ എന്തൊക്കെയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ എഴുതി വെച്ചേക്കുന്നു 12 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കാണ് കയറാൻ പാടുള്ളൂ, അതിന് മുകളിലുള്ള പിള്ളേർക്ക് കയറാൻ പാടില്ല. അപ്പം നമുക്കൊന്നും കയറാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും ഞാൻ ഒട്ട് വിട്ടു കൊടുത്തില്ല കേട്ടോ. ഞാൻ ആ ഊഞ്ഞാലും ഇരുന്ന് ആടിയിട്ടാ. പിന്നെ നമ്മൾ ചുമ്മാ അവിടെ പോയി വായും പൊളിച്ച് നോക്കിയേക്കാൻ പറ്റുമോ? കുറേ നേരമൊക്കെ പിള്ളേരുടെ പുറകെ ഇങ്ങനെ നടന്നു കേട്ടോ. പിന്നെ ഏട്ടൻ പിള്ളേരെ ഇങ്ങനെ ഊഞ്ഞാലാട്ടലും അതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ആ കറങ്ങണ സാധനത്തിൽ അവർ രണ്ടുപേരും കയറിയിരുന്ന് ഏട്ടൻ കറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വയറിൽ നിന്ന് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി, വിശക്കണമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ ചോദിച്ചു ഐസ്ക്രീം വേണമെന്ന് ചോദിച്ചു. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നതുകൊണ്ട് ഐസ്ക്രീമൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ വല്ല പാനിപ്പൂരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് ഓർത്തായിരുന്നേ. പക്ഷെ അവിടെ അതൊന്നും ഉണ്ടായില്ല കേട്ടോ. അവിടെ ഈ ബജ്ജികൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഒരു 2 പ്ലേറ്റ് മുട്ട ബജ്ജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ട ബജ്ജിയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി. പക്ഷേ എൻ്റെ കുട്ടിക്കുറുമ്പിക്കില്ലേ ലൈസ് കണ്ടോടി പിന്നെ അവൾ അതുമ്മ കയറി പിടിച്ചു. പിന്നെ അവൾ ആ ലൈസ് തിന്നാണ് കേട്ടോ വയറ് നിറച്ചത്. മുട്ട ബജ്ജി ഞങ്ങൾ രണ്ടുപേരും കേട്ടോ കഴിച്ചാൽ. അപ്പോൾ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് വയറൊക്കെ ഫുള്ളാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടാണ്.